പൗലോസ് അപ്പോസ്തലൻ നയിച്ച ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃകയും ദൈവ ശുശ്രൂഷകരുടെ ജീവിതവും എങ്ങനെയെന്ന് വെളിപ്പെടുത്തുന്ന വേദഭാഗമാണ് 2 കൊരിന്ത്യർ 6 അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അതിൽ ദീർഘക്ഷമ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും ദൈവ ശുശ്രൂഷകരുടെ ജീവിതത്തിൻ്റെയും അവിഭാജ്യ ഘടകമാണെന്ന് വചനഭാഗം എടുത്തു പറയുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി എന്നിങ്ങനെയുണ്ടായ സഹനങ്ങളിൽ കൂടി അപ്പോസ്തലൻ്റെ ആത്മാർത്ഥതയുടെ മാറ്റ് വെളിപ്പെടുകയും അദ്ദേഹം സാഹചര്യങ്ങളുടെ അടിമയല്ല, നേരെ മറിച്ച് വിപരീത സാഹചര്യങ്ങളെ നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് സുധീരം നേരിട്ട ക്രിസ്തീയ പടയാളിയായിരുന്നുവെന്നും വെളിപ്പെടുത്തുന്നു. അനുരഞ്ജനത്തിൻ്റെ സന്ദേശം വഹിക്കുന്ന ക്രിസ്ത്യാനി നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവ വഹിക്കുന്നവൻ ആയിരിക്കണം. ഗലാത്യർ 5 അധ്യായം 19 മുതൽ 21 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളല്ല നമുക്ക് വേണ്ടത്, പിന്നെയോ 22-23 വചനങ്ങളിൽ പറയുന്ന ആത്മാവിൻ്റെ ഫലങ്ങളാണ് നമുക്ക് ഭൂഷണമെന്ന് അപ്പോസ്തലൻ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അത് പാലിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കൃപാവരങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.